എവിടെയോ വായിച്ചു തോർക്കുന്നു, ഒരു ബക്കറ്റിൽ ജീവനുള്ള ഞണ്ടിനെ പിടിച്ചിട്ടാൽ അത് പുറത്തിറങ്ങില്ല എന്ന്. ബക്കറ്റിലോ അല്ലെങ്കിൽ ഇനി ആഴം കുറഞ്ഞ പാത്രത്തിലോ ഈ ഞണ്ടിനെ, ജീവനുള്ള ഞണ്ടിനെ പിടിച്ചെടുത്താൽ അതിനെ ഇട്ട് കഴിഞ്ഞാൽ അത് പുറത്തിറങ്ങില്ല പ്രിയപ്പെട്ടവരെ. കാരണം സിമ്പിളാ. ഒരു ഞണ്ട് കയറിപ്പോകാൻ തുടങ്ങുമ്പം മറ്റൊരു ഞണ്ട് വന്ന് അതിനെ കാലിൽ പിടിച്ച് താഴോട്ടിടും. ഈ ഒരു അവസ്ഥയാണ്. സ്വയം നന്നാകാൻ, സ്വയം രക്ഷപ്പെടാൻ അനുവദിക്കില്ല, എന്നാൽ അവനും രക്ഷപ്പെടില്ല. ഈ പ്രവണത പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം കഴിവ് ധാരാളം നൽകിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും കണ്ടുവരുന്ന കാര്യമെന്ന് പറയുന്നത് ദൈവം തന്ന കഴിവുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ധാരാളം കഴിവുകളുണ്ട്. അതിൽ 90% നമ്മൾ ഉപയോഗിക്കുന്നില്ല, വെറും 10% മാത്രമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുന്ന അവസരത്തിൽ മറ്റുള്ളവരിലേക്കൊന്ന് നോക്കുവാനായിട്ട്, അവരിലെ നന്മകളിലേക്ക് നോക്കുന്നു, അവരുടെ ഉയർച്ചകളിലേക്ക് നോക്കുന്നു. പിന്നെ എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലല്ലോ, ഒരു അസ്വസ്ഥത. പ്രിയപ്പെട്ടവരെ, ഈ അസ്വസ്ഥതയാണ് നമുക്ക് മാറേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് സൗലിൻ്റെ ജീവിതത്തെക്കുറിച്ച്. ദാവീദിനോട് അസൂയ തോന്നിയപ്പം അവൻ്റെ ജീവിതം തന്നെ മാറി മറിയുന്ന ഒരവസ്ഥയിലൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പാപം, പ്രത്യേകിച്ച് മൂലപാപങ്ങളിൽ 6ാമത്തെ ഒരു പാപമാണ് അസൂയ. അസ്ഥികളെപ്പോലും ദ്രവിപ്പിച്ച് കളയാൻ ശക്തിയുള്ളതാണ് അസൂയ എന്ന് പറയുന്ന പാപം. ആയതിനാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ചിലരൊക്കെ പറയാറുണ്ട്, അച്ചോ എനിക്ക് ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഇത്രയൊക്കെ ഉണ്ട്, എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്, എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത്. ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ ഒന്ന് താരതമ്യപ്പെടുത്തി, എൻ്റെ അയൽപക്കത്തുള്ളവർക്ക്, എൻ്റെ കൂടെയുള്ളവർക്ക് ഇന്നിന്ന കാര്യങ്ങളുണ്ട്, എനിക്കില്ല, ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മനസ്സും മരവിച്ചിരിക്കുന്ന അവസ്ഥ സംജാതമാകാറില്ലേ? ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് കടക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ആഴ്ചകളിൽ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.